നമസ്കാരം, ഏവർക്കും കെട്ടാങ്ങൽ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക്. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ ഞങ്ങളുടെ യാത്ര ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ചാത്തമംഗലം പഞ്ചായത്തിലെ 11-ാം വാർഡ്. 804 പുരുഷന്മാരും 873 സ്ത്രീകളുമടക്കം ആകെ വോട്ടർമാർ 1677. മികച്ച സ്ഥാനാർത്ഥികളായതിനാൽ ഈ വർഷം മത്സരം തീപ്പാറുമെന്ന് ഉറപ്പ്. സ്ഥാനാർത്ഥി വിശേഷങ്ങളിലേക്ക് കടക്കാം. സ്ഥാനാർത്ഥികളോടൊപ്പം വാർഡുകളിലൂടെ എന്ന പരിപാടി കെട്ടാങ്ങൽ ന്യൂസിൽ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ അതിഥി ചാത്തമംഗലം പഞ്ചായത്ത് 11-ാം വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി ഓളിക്കൽ ഗഫൂർ സാഹിബാണ്. സ്വാഗതം. ആദ്യമായിട്ട് സ്വയമായി പരിചയപ്പെടുത്തുന്നു. ഞാൻ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ ഓളിക്കൽ എന്ന വീട്ടിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 2010-15 വർഷം ഈ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മെമ്പറായിരുന്നു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഓളിക്കൽ ഗഫൂർ ചാത്തമംഗലം പഞ്ചായത്തിലെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിനോട് ആദ്യമായി നമ്മൾ ചോദിക്കുന്നത്, കഴിഞ്ഞ 15 വർഷമായി LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് ചാത്തമംഗലം പഞ്ചായത്ത്. എന്തെല്ലാം വികസനങ്ങൾ ഈ നാടിനു വേണ്ടി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? ചാത്തമംഗലം പഞ്ചായത്തിലെ 11-ാം വാർഡ് എന്ന് പറയുമ്പോൾ ഒരു 3-4 പ്രദേശങ്ങൾ അടങ്ങിയ ഒരു വാർഡാണ്. 1 സൗത്ത് അരയങ്കോട്, 2 താത്തൂര്, 3 കുറ്റിക്കുളം, 4 അരയങ്കോട്, 5 ഈ കളപ്പറ്റ് ഭാഗം. അങ്ങനെ 5 പ്രദേശങ്ങളായി വേർതിരിച്ചാൽ 5 പ്രദേശങ്ങളായി ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്, ഒരു വാർഡാണ് അരയങ്കോട് വാർഡ്. ഇതിൽ 2010-ലാണ് ഞാൻ മെമ്പർ ആവുന്നത്. 2010-ന് മുമ്പ് ഈ വാർഡിൽ വേണ്ട രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ലായിരുന്നു. ഞാൻ വന്നതിന് ശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോഡുകളാണ്. 16ഓളം റോഡുകൾ ഈ വാർഡിലുണ്ട്. ഈ റോഡുകളിലൊക്കെ ഒരു 90% പണിയും പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒരു 10% റോഡുകൾ മാത്രമാണ് ഗതാഗത യോഗ്യമാക്കാനുള്ളത്. പിന്നീട് കുടിവെള്ള പ്രശ്നമായിരുന്നു മറ്റൊന്ന് പ്രധാനമായിട്ടുള്ളത്. ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് PTA റഹീം MLA-യുടെ സഹായത്തോടു കൂടി 20 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് NCPC കുടിവെള്ള പദ്ധതി, ഇത് നേരത്തെ ചിറ്റാലിപ്പിലാക്കൽ എന്ന പ്രദേശത്ത് വന്ന് നിൽക്കുകയായിരുന്നു NCPCയുടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ്. ആ പൈപ്പ് ഈ വാർഡിലെ അരയങ്കോട്, അതേപോലെ വാവാട്, കുറ്റിക്കുളം, താത്തൂര്, തേക്കുംതോട്ടം വരെ, അതേപോലെ കുന്നുമ്മൽ ഭാഗത്തേക്കൊക്കെ നീട്ടി അവിടെയുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ വെള്ളം ഇപ്പോൾ ആ വെള്ളം എടുക്കുന്നത് കൂളിമാട് ഉള്ള ഒരു കിണറിൽ നിന്നാണ്. ആ കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിന് ചെറിയൊരു ഒരു കലക്ക് വെള്ളമൊക്കെ വരുന്ന ഒരു ചെറിയ പ്രശ്നം ഉണ്ട്. ആ കിണർ ചെരിഞ്ഞു പോയതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ MLA 1 കോടി രൂപ പാസ്സാക്കി നേരിട്ട് ആ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നേരിട്ട് തന്നെ ഈ NCPC കുടിവെള്ള പദ്ധതിയുടെ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വരുന്നതോടുകൂടി എല്ലാവർക്കും ശുദ്ധമായ വെള്ളം കിട്ടും, കുടിക്കാൻ ആവശ്യമായ വെള്ളം കിട്ടും, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ താത്തൂർ അങ്ങാടിയിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ താത്തൂർ അങ്ങാടിയിലേക്ക് MLA-യുടെ ഫണ്ട് ഉപയോഗിച്ച് നീട്ടി താത്തൂർ ഭാഗത്തുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിച്ചു. അങ്ങനെ വാർഡിൽ ഏകദേശം കുടിവെള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും ചില ഒറ്റപ്പെട്ട വീടുകളുള്ള സ്ഥലത്തേക്ക് പ്രശ്നങ്ങളുണ്ട്. അതും ഈ വരുന്ന കാലഘട്ടത്തിൽ അത് പരിഹരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് തരാം. അതോടൊപ്പം ഒരു ഉപചോദ്യം ചോദിക്കുകയാണ്. സങ്കേതം ഭാഗത്ത് ഇപ്പോഴും ഒരു കുടിവെള്ള പ്രശ്നം നേരിടുന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതിനെ പഞ്ചായത്ത് ഏതു വിധത്തിൽ ഇനി പരിഹരിക്കാൻ സാധിക്കും? സങ്കേതം ഭാഗത്തുള്ള പ്രശ്നങ്ങൾ 100% പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടാങ്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, കിണറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് 2 പദ്ധതികൾ ഇപ്പോൾ അവിടെ നല്ല രൂപത്തിൽ നടക്കുന്നുണ്ട്. അതോടുകൂടി സങ്കേതത്തിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായി എന്ന് പറയുമ്പോൾ ചില ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെന്നല്ലാതെ വേറെ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ സങ്കേത ഭാഗത്ത് നിലനിൽക്കുന്നില്ല. നമുക്കറിയാം, ചാത്തമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം NIT എന്ന വലിയൊരു സ്ഥാപനവും അതോടൊപ്പം MBR ഹോസ്പിറ്റലും അടക്കമുള്ള ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. ഈ ഒരു അവസരത്തിൽ താങ്കൾ ഇനിയും ഇവിടെ ഒരു മെമ്പറായിട്ട് വരികയാണെങ്കിൽ പഞ്ചായത്തിന് വേണ്ടി കൊണ്ടുവരാൻ താങ്കളുടെ മനസ്സിലുള്ള നെക്സ്റ്റ് പദ്ധതികൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, വിദ്യാഭ്യാസ മേഖലയിലാണ് നമ്മൾ പ്രധാനമായും ഇനി ഊന്നൽ കൊടുക്കുന്നത്. അതിന് ഇപ്പോൾ താത്തൂർ ഈ വാർഡിൽ 11-ാം വാർഡിലുള്ളത് താത്തൂർ ALP സ്കൂളാണ്.
താത്തൂർ ALP സ്കൂൾ എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് സ്കൂളാണ്. നമ്മൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പഴയ കെട്ടിടമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം അത് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി കെട്ടിടത്തിൻ്റെ പണി ഒരു 75% പൂർത്തിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കൂളിൻ്റെ ഈ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി പഞ്ചായത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ മാനേജ്മെൻറ്റ് സ്കൂളായതുകൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. മാനേജർ സ്വന്തം നിലയ്ക്ക് തന്നെ ചെയ്തതാണ്. അത് പൂർത്തിയാകുന്നതോടുകൂടി ആ വിദ്യാഭ്യാസ സ്ഥാപനം നല്ല നിലയ്ക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ MLA പോലുള്ള മറ്റു ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തുകൊണ്ട് ആ സ്കൂളിനെ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അതേപോലെ തന്നെ 2 അംഗൻവാടികളുണ്ട് 11ാം വാർഡിൽ. ഒന്ന് സൗത്ത് അരയങ്കോട് അംഗൻവാടി, 2 താത്തൂർ അംഗൻവാടി. താത്തൂർ അംഗൻവാടി 2010-15 വർഷത്തിലാണ് അംഗൻവാടിക്ക് കെട്ടിടമുണ്ടായത്. അതുവരെ റോഡ് സൈഡിൽ ഒരു ഷെഡ് വെച്ച് കെട്ടിയിട്ടായിട്ടുണ്ടായിരുന്നത്. അംഗൻവാടി ഇപ്പം മനോഹരമായ അംഗൻവാടി ഉണ്ടാക്കി. അതോടെ അംഗൻവാടിക്ക് ഒരു അടുക്കള ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതും ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ 2015-20 വർഷത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചുകൊണ്ട് അതുണ്ടാക്കി. സൗത്ത് അരയങ്കോട് അംഗൻവാടിയുടെ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും വർദ്ധിപ്പിച്ചു. നല്ല സൗന്ദര്യവൽക്കരണം നടത്തി. കുടിവെള്ള പ്രശ്നം പരിഹരിച്ചു. അങ്ങനെ ആ 2 അംഗൻവാടികളിൽ ഒന്നുകൂടി ഉഷാറാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതേപോലെ ബാക്കിയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി 10% റോഡിൻ്റെ പണി പൂർത്തിയാക്കാനുണ്ട്. ആ റോഡിൻ്റെ പണി പൂർത്തിയാക്കും. കുടിവെള്ള പ്രശ്നം ചെറിയ ഏരിയയിലൊക്കെ വെള്ളത്തിന് ചെറിയൊരു പ്രയാസപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതും കൂടി പൂർണ്ണമായിട്ട് പരിഹരിക്കും. പിന്നെ പെൻഷൻ 60 വയസ്സ് പൂർത്തിയായ മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒറ്റപ്പെട്ടത് ഏതെങ്കിലും വിട്ടുപോയെന്ന് അറിയില്ല. അല്ല 60 വയസ്സായി കഴിഞ്ഞാൽ തന്നെ ഉടനെ ഫോം കൊണ്ടുപോയി പൂരിപ്പിച്ചവർക്കൊക്കെ പെൻഷൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇനിയും അങ്ങനെയുള്ള ആളുകൾക്ക് 60 വയസ്സ് പൂർത്തിയാൽ പെൻഷൻ 60 വയസ്സ് പൂർത്തിയായ മുഴുവൻ ആളുകൾക്കും പെൻഷൻ വാങ്ങിക്കൊടുക്കാനുള്ള സംവിധാനം ചെയ്യും. അതേപോലെ വീടുകളില്ലാത്ത ആളുകളുണ്ട്. മറ്റ് വീടുകൾ ഈ റിപ്പയറിന് പൈസ ആവശ്യമുള്ളവരുണ്ട്. അവരൊക്കെ കണ്ടെത്തിക്കൊണ്ട് വേണ്ട പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ ഞാൻ ചെയ്യും. ഒരു ഒറ്റ ചോദ്യം കൂടിയും. ഇപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വീടും വളരെ പ്രധാനമാണ് പഞ്ചായത്ത് ഇലക്ഷന്. ഇപ്പോൾ വീടുകളിൽ പലപ്പോഴും പഞ്ചായത്ത് കൊണ്ടുവരുന്ന പല പദ്ധതികളും പലപ്പോഴും വീടുകളിലുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ വീട്ടുകാരോ അറിയാത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കാർഷിക മേഖലയിൽ നിന്നും വീടുകൾക്ക് ലഭിക്കുന്ന പല സംരംഭങ്ങളും പലപ്പോഴും പല വീടുകളും അറിയുന്നില്ല. ഇതിനെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഇതിന് പൂർണ്ണമായും നമ്മളെ വാർഡിൽ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഞാൻ മെമ്പറായ സമയത്ത് തന്നെ 7 അയൽസഭകൾ 50 വീടുകൾ അടങ്ങുന്ന 7 അയൽസഭകൾ ഈ വാർഡിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഗ്രാമസഭ ഉണ്ടാവും. 3 മാസം കൂടുമ്പോൾ ഗ്രാമസഭ ഉണ്ടാവും. ഈ ഗ്രാമസഭയുടെ കത്തുകൾ വിതരണം ചെയ്യുന്നത് അയൽസഭയാണ്. ആ കത്തുകൾ എല്ലാ വീട്ടിലും കൊടുക്കും. ഗ്രാമസഭയെ വിവരറിയിക്കും. പിന്നീട് വ്യക്തിഗത ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഫോമുകൾ ഉണ്ടാവും. കാർഷിക മേഖലയിലുണ്ടാവും, അതുപോലെ മറ്റ് മേഖലയിലൊക്കെ ഉണ്ട്. ആ ഫോമുകൾ വീടുകളിൽ എത്തിക്കും. ആ ഫോം പൂരിപ്പിച്ചിട്ട് ഗ്രാമസഭയിൽ കൊണ്ടുവന്ന് ഗ്രാമസഭയിൽ നിന്നാണ് ഈ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രയാസവും അതിനെ സംബന്ധിച്ചുണ്ടാവില്ല. ഈ ആളുകൾ ചില ആളുകൾ ഗ്രാമസഭയിൽ പങ്കെടുക്കില്ല, ചില ആളുകൾ ഫോം പൂരിപ്പിച്ച് യഥാസമയത്ത് എത്തിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇത് അറിയാതെ വരുന്നത്. എല്ലാ ആളുകളെയും വിവരം അറിയിക്കാനുള്ള സംവിധാനം ഇപ്പം നമ്മുടെ വാർഡിലുണ്ട്. അയൽസഭ ഉണ്ട്, കുടുംബശ്രീ പ്രവർത്തകരുണ്ട്. അപ്പോൾ ഈ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മാത്രമേ ആനുകൂല്യങ്ങളൊക്കെ സാധാരണ ലഭിക്കാറുള്ളൂ. എന്തായിരുന്നാലും ചാത്തമംഗലം പഞ്ചായത്തിലെ 11ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി ഒളിക്കൽ ഗഫൂർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എല്ലാവിധ വിജയ ആശംസകളും നേരുകയാണ്. ഇതുവരെ ഞങ്ങളോട് തുടർന്നതിന് എല്ലാവിധ അഭിനന്ദനം. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ ഞങ്ങളോട് കൂടെ ഉള്ളത് ചാത്തമംഗലം പഞ്ചായത്ത് 11ാം വാർഡ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി റയീസുദ്ദീൻ. സ്വയം ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് റയീസുദ്ദീനാണ്. ഞാൻ താത്തൂരാണ് താമസിക്കുന്നത്. അരയങ്കോട് 11ാം വാർഡിൽ നിന്നാണ് ജനവിധി തേടുന്നത്. നമ്മളെ വാർഡ് എന്ന് പറഞ്ഞാൽ താത്തൂർ, കുറ്റിക്കുളം, സൗത്ത് അരയങ്കോട്, പാങ്കേറ്റിങ്ങര, അങ്ങനെ 5ഓളം ഏരിയകളാണ് മെയിനായിട്ട് ഈ വാർഡിൽ വരുന്നത്. 1700 ചില്ലാനം വോട്ടർമാരാണുള്ളത്. ഒരു പഞ്ചായത്തിൻ്റെ 11ാം വാർഡ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലൂടെ മത്സരിക്കുമ്പോൾ ഒരുപാട് സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിനു മുമ്പ് ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു 3 വർഷമായിപ്പോൾ ഇവിടെ നാട്ടിലാണ്. അതിന് മുമ്പ് കുറച്ച് പ്രവാസിയായിരുന്നു. ഞാൻ 5-8 വർഷത്തോളം പ്രവാസിയായിരുന്നു. പക്ഷേ 6 മാസത്തോളം നാട്ടിലുണ്ടാകാറുണ്ട് വർഷത്തിൽ. ആ രീതിയിലാണ് നമ്മളെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. പിന്നെ സാമൂഹ്യ ചാരിറ്റി സംഘടനകളൊക്കെ ആയിട്ട് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് പോരുന്ന ആളാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ മുസ്ലിം ലീഗിൻ്റെ തന്നെ പോഷക സംഘടനയായ KMCC ഒക്കെ ആയിട്ട് ആത്മാർത്ഥമായിട്ട് റിയാദിൽ സെക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നാട്ടിൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. പിന്നെ നാട്ടിലെ ക്ലബ്ബുകളിലും ചാരിറ്റി സംഘടനകളിലും ഒക്കെ നമ്മൾ സജീവ സാന്നിധ്യം തന്നെയായിരുന്നു ഇത്രയും കാലം. നമുക്കറിയാം പഞ്ചായത്ത് അതുപോലെ 11ാം വാർഡ് 10 വർഷമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പോരായ്മകളാണ് പറയാനുള്ളത്? പോരായ്മകളെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഈ നാട്ടിലൂടെ മൊത്തം സഞ്ചരിക്കണം.
എന്നിട്ട് ഈ നാട്ടിലുള്ള ആളുകളോട് ചോദിക്കണം. ഒരു പഞ്ചായത്ത് ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ, ഒരു വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരടിസ്ഥാനപരമായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ തുടക്കമാണ്. എന്നുവെച്ചാൽ ഒരു MLA പോലെ ഒരു MP പോലെയല്ല ഒരു വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ. സാധാരണ ഓരോ കുടുംബത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതി, ഓരോ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, അസുഖബാധിതർ, പ്രയാസങ്ങളൊക്കെ ആത്മാർത്ഥമായി അറിയാൻ കഴിയുന്ന ഒരാളാണ് ഒരു വാർഡ് മെമ്പർ. അങ്ങനത്തെ ഒരു വാർഡ് മെമ്പർ ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇവിടുത്തെ ആളുകളോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും. അങ്ങനത്തെ ഒരു മെമ്പർ ഇതുവരെ ഇവിടെ ഉണ്ടായില്ല. ഞാൻ പ്രചരണത്തിൻ്റെ ഭാഗമായോ അല്ലാതെയൊക്കെ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വീടുകൾ ഇവിടെ മുഴുവൻ ഒരു പക്ഷാപാതപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. പാർട്ടി നോക്കിയിട്ട് ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ചൊരു വാർഡ് മെമ്പർ ആകുമ്പോൾ നമ്മളെല്ലാത്തിലും അവകാശികൾക്ക് കാര്യങ്ങൾ കിട്ടുന്ന രീതി ഉണ്ടാവണം. അപ്പോഴല്ലേ ഒരു വാർഡ് മെമ്പർ ഉയർന്ന ചിന്താഗതിയും ഉയർന്ന രീതിയിലുള്ള എല്ലാ രീതിയിലും അർത്ഥത്തിലൊക്കെ ചിന്തിക്കുന്നവരാകുമ്പോൾ. എന്തായിരുന്നാലും നിങ്ങൾ ഈ വാർഡിൽ നിന്നും വിജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം വികസനങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യാൻ കഴിയും? ഈ നാട്ടിലെ താത്തൂരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായൊരു വിഷയം കുടിവെള്ളമാണ്. ഇത്രയും കാലം 15 വർഷം പഞ്ചായത്തും 10 വർഷം ഇവരും ഭരിച്ചിട്ട്, വാർഡും ഭരിച്ചിട്ട്, താത്തൂരിൽ കുടിവെള്ളത്തിന് മാന്യമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ ഇതുവരെ ഒരു ആർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയാം, വലിയൊരു വിഷയമാണ് കുടിവെള്ളം. ആ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുക എന്നുള്ളതിനാണ് ആദ്യത്തെ മുൻതൂക്കം കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് ഇവിടെ. പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ എൻ്റെ വാർഡിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 50% കൂടുതലും സാധാരണക്കാരിലും താഴെയുള്ള ആളുകളാണ്. ഇപ്പോൾ കുറ്റിക്കുളം ഭാഗം, പാങ്കറ്റിങ്ങര ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ താത്തൂർ തന്നെ ഒരുപാട് വീടുകൾ വളരെ സാധുക്കളാണ്, രോഗികളുണ്ട്. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന സാധ്യതകൾക്ക് പുറമേ പുറത്തുനിന്ന് ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പഞ്ചായത്തിൽ നിന്ന് വർഷത്തിൽ 4-5 വീടാണെങ്കിൽ പുറത്തുനിന്നൊരു 5 വീട് അതിൻ്റെ സാധ്യതകൾ നോക്കിയിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരുപാട് ആളുകളുണ്ട് വീടില്ലാത്തവർ. ഇപ്പോഴും ഷെഡുകളിൽ താമസിക്കുന്നവരൊക്കെ അല്ലെങ്കിൽ സുപരിചിതരാക്കില്ല, ആർക്കും അറിയില്ല എപ്പോഴൊന്നും ഷെഡ് താമസിക്കുന്നവർ. ഞങ്ങൾ ഈ വാർഡിൽ പാങ്കറ്റിങ്ങര, കുറ്റിക്കുളം ഭാഗത്തൊക്കെ പോയാൽ, ഞങ്ങളിപ്പോൾ ഇന്നലെ 2 വീട്ടിൽ പോയിരുന്നു. വളരെ ഷെഡ് കെട്ടിയിട്ട് 14 വർഷമായിട്ട് ഷെഡ് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ആ ഷെഡിന് നമ്പർ ഇട്ടു. അവർക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഓല് എല്ലാ ഗ്രാമസഭയിലും അപേക്ഷിക്കും, ഫസ്റ്റ് പേര് അവരുതായിരിക്കും എന്ന് അറിഞ്ഞു. പക്ഷേ ലിസ്റ്റ് വരുമ്പം അവരുണ്ടാവില്ല എന്നാണ് അവരൊക്കെ പരാതി. നിങ്ങൾക്ക് നേരിട്ട് പോയ ആളോടൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് നേരിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാവുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇല്ലാത്തവർക്കൊക്കെ ഒരു വീട് എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവരാം. തീർച്ചയായിട്ടും നമ്മൾ ആദ്യത്തെ പരിപാടി തന്നെ പാർപ്പിടം, അഥവാ വായു, വെള്ളം, പാർപ്പിടം, ഇത് 3ആണല്ലോ അടിസ്ഥാനം എന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ. അപ്പം വെള്ളം, അടുത്തത് പാർപ്പിടമാണ്. എൻ്റെ വാർഡിൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുഴുവനായിട്ട് എത്തിച്ചു കൊടുക്കുക. അത് പോരായ്മയുണ്ടെങ്കിൽ മറ്റ് ചാരിറ്റി സംഘടനകളിൽ നിന്നും വീടില്ലാത്തവൻ്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ഒരു മുഖ്യ അജണ്ടയാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ താമസിക്കുന്നവർക്ക് അറിയാം. വീടില്ലാത്തവൻ്റെ ബുദ്ധിമുട്ട് ഒരു പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ ഞങ്ങൾ നല്ലൊരു വീട്ടിൽ താമസിക്കുന്ന ആളാകുമ്പോൾ വീടില്ലാത്തവൻ്റെ അവസ്ഥ വീടില്ലാത്തവന് മാത്രം മനസ്സിലാകുന്നതാണ്. ഞാൻ ഒരു സാധാരണക്കാരനായി ജീവിച്ച ആളാണ്. എൻ്റെ വാപ്പ ഒരു സാധാരണ കൂലിപ്പണി എടുത്ത് പോറ്റിയ ആളാണ് എന്നെ. അപ്പോൾ ദാരിദ്ര്യം എന്താണെന്നുള്ളത് എനിക്കൊരാൾ പറഞ്ഞു തരണ്ട, ഞാൻ അനുഭവിച്ചറിഞ്ഞ സംഗതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ വീടെന്ന സ്വപ്നം എല്ലാവരും, ഈ വാർഡിൽ എല്ലാവരും യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ പരിപാടികളും ഞങ്ങൾ നോക്കും. അത് പഞ്ചായത്തിൽ നിന്ന് ചിലപ്പോൾ ലിമിറ്റേഷൻ ഉണ്ടാകും തരുന്ന ഫണ്ടുകൾക്കൊക്കെ. പുറത്തൊരുപാട് സാധ്യതകളുണ്ട്. പാവപ്പെട്ടവനെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എന്താണ്, ഒരു പാവപ്പെട്ടവനെ അവരിലേക്ക് എത്തിക്കുന്ന ഒരു ദൂതനാണ് വേണ്ടത്. ഒരു ദൂതൻ്റെ പണി ഞാൻ ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും. എന്തായിരുന്നാലും ഈ വാർഡിനെ അടിത്തട്ടിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയൊരു ലക്ഷ്യവുമായിട്ടാണ് ഫൈസുദ്ദീൻ പ്രവർത്തിക്കുന്നത്. എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ ഞങ്ങൾ ചാത്തമംഗലം പഞ്ചായത്ത് 11-ാം വാർഡ് BJP സ്ഥാനാർത്ഥി ബാലനൊപ്പമാണ്. നമസ്കാരം. എൻ്റെ വീട് മച്ചിങ്ങൽ ആണ്. എൻ്റെ പേര് ബാലൻ. 11-ാം വാർഡ് അരയങ്കോട്. എൻ്റെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നുണ്ട്. മുമ്പ് ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം എന്നുണ്ടെങ്കിൽ ഞാൻ സംഘത്തിൽ കൂടെ വളർന്നു വന്നതാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്വം ഇതിൻ്റെ മുന്നത്തെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തിരുന്നു. അതിലുപരി പിന്നെ പല സംഘടനകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പോഴും വരികയാണ്. നമുക്കറിയാം, ഇപ്പോൾ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ LDF ആണ്. അപ്പോൾ എന്തെല്ലാം പരിമിതികളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്? പരിമിതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ഭരണത്തിൽ നമ്മളൊരു ഇതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മളെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ. ഇത് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് അതാത് പിന്നെ ഏത് കക്ഷിയാണോ ജയിച്ചത് അവിടുത്തെ മാത്രം വികസനം എന്നുള്ളത് മാത്രമാണ് നമ്മൾ
ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന ഏത് കക്ഷിയായാലും BJP ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും ചെയ്യേണ്ടത് അതല്ല. അത് പറഞ്ഞാൽ ജനങ്ങൾക്ക് മൊത്തത്തിൽ ഗുണം കിട്ടുന്ന രീതിയിൽ മൊത്തത്തിൽ നാടിൻ്റെ വികസനം എന്നുള്ളത് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഈ വിജയിച്ചു കഴിഞ്ഞാൽ 11ാം വാർഡിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം വികസനങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് വെക്കുന്നത്? 11ാം വാർഡിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ അതേ സംഗതി തന്നെ ഞാൻ പറയുന്നത്. നമ്മൾ ഒരു പക്ഷഭേദവും കാണിക്കാതെ എല്ലാ ജനങ്ങളെയും ഒരേ രീതിയിൽ കണ്ടുകൊണ്ട് എല്ലാവർക്കും വികസനം എത്തിക്കുക. എല്ലാവർക്കും എന്താണ് ബുദ്ധിമുട്ടുള്ളത്, ഏത് റോഡിൻ്റെ ഇതാണോ മറ്റുള്ള കുടിവെള്ളത്തിൻ്റെതാണോ ഏത് ബുദ്ധിമുട്ടാണ് ഉള്ളത് വെച്ചാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ശ്രമിക്കും. എൻ്റെ പരമാവധി കാര്യങ്ങൾ ഞാൻ ചെയ്ത് മുന്നോട്ട് പോകും. 11ാം വാർഡ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, പ്രയാസം അതെന്തായി? 11ാം വാർഡിലെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കുടിവെള്ള പദ്ധതിൻ്റെ വിഷയം നന്നായിട്ടുണ്ട്. പല ആളുകൾക്കും ഇപ്പോഴും അത് കറക്റ്റായിട്ട് കിട്ടാത്തൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഉണ്ട്. കാക്കാശ്ശേരി കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു കൂടുതൽ ആളുകളെ അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ അതിൽ നമ്മളെ വെള്ളം കിട്ടുന്ന ആ ഏരിയയിൽ അതിന് മാത്രം വെള്ളത്തിൻ്റെ ഇത് ഇല്ലാത്തതിനെ കൊണ്ട് മറ്റുള്ള ആളുകളെ കൂടുതൽ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിന് നമുക്ക് PHD വാട്ടർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും നല്ലൊരു രീതിയിലൊരു പദ്ധതിയും കാര്യങ്ങളും മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ആ പ്രദേശം എന്നല്ല, കുടിവെള്ളം ആർക്കാണോ ഇല്ലാത്തത് അവർക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ള അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകും. എന്തായിരുന്നാലും ഞങ്ങളോട് തുടർന്നതിന് വളരെയധികം സന്തോഷം. എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു.